നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം നടത്തി. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന യോഗം മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമായി നമുക്കിത് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സ്ഥലത്തിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലാതായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് അത് മാറി മറ്റൊരു സ്ഥലത്തിലേക്ക് ലഭ്യ സ്ഥലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ്. പല ഭാഗത്ത് നോക്കിയാൽ അങ്ങനെയാണ്. ഒരു ഭാഗം ഒഴിവായി ശരി തന്നെയാണ്, പക്ഷെ മറ്റൊരു ഭാഗത്തേക്ക് അത് മാറിപ്പോകുന്നുള്ളതാണ്. അപ്പൊ ആളുകൾ ഞങ്ങൾ എന്തിനാണ് ക്യാമറ വെച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായ ബോധവൽക്കരണമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആ ഏരിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചതിലായിരിക്കും മറ്റൊരു ഏരിയയിലേക്ക് മാലിന്യം വലിച്ചെറിയാനുണ്ട്. പ്രധാനമായും ഒരുപാട് ഡയപ്പറുകൾ ഇപ്പൊ നമ്മൾ കണ്ണൂർ സിറ്റി ഭാഗത്ത് കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നം എന്നാൽ ഡയപ്പറുകൾ വലിയ ചാക്കിലാക്കി ഉപയോഗിച്ചു പോകുന്ന ഒരു വിഷയമാണ്, ഒരു സംഭവം. ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആഴ്ചയിൽ 1-2 ദിവസം എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അവിടുന്ന് കളക്ട് ചെയ്ത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് അതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന പരിപാടി ഉണ്ടെന്നുണ്ട്. അങ്ങനെ വലിയ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഈ ഇത്തരത്തിൽ ഡയപ്പർ വലിച്ചെറിയുന്ന സ്ഥിതി. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര പി അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലത VK, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയ തങ്ങൾ, നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹിന മൊയ്തീൻ, വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D ജയകുമാർ പദ്ധതി വിശദീകരിച്ചു. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D ജയകുമാർ, ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP എന്നിവർ അതിനെ ക്രോഡീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലേഴ്സ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റു വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ, KSW MP പ്രതിനിധികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുചേർന്നു. ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP നന്ദി രേഖപ്പെടുത്തി.